നമസ്കാരം. പശ്ചിമബംഗാളിലെ മുർഷിദാബാദ്, അതിപ്പോൾ രാജ്യം മുഴുവൻ അറിയാം. മണിപ്പൂർ പോലെ രാജ്യം മുഴുവൻ ചർച്ച ചെയ്ത ഒരു സ്ഥലം തന്നെയാണ് മുർഷിദാബാദ് ജില്ല. അവിടെ വലിയ കലാപം അരങ്ങേറി 3 പേരോളം മരണപ്പെട്ടു. ഒരുപാട് ആളുകൾ അവിടുന്ന് പലായനം ചെയ്തു. എന്തായാലും ഒടുവിൽ കോടതിയുടെ നിർദ്ദേശപ്രകാരം അവിടെ കേന്ദ്രസേന ഇറങ്ങി. അതിനുശേഷം അവർ വളരെ 4 മണിക്കൂർ കൊണ്ട് ആ കലാപം അടിച്ചമർത്തി. പിന്നീട് ഈ സൈന്യത്തിൻ്റെ ബലത്തിൽ അല്ലെങ്കിൽ അവരുടെ സുരക്ഷയിൽ അവിടുന്ന് പലായനം ചെയ്ത ജനങ്ങൾ അവരുടെ നാട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ കാണുന്ന കാഴ്ചകളാണിത്. തകർക്കപ്പെട്ട വീടുകൾ, കടകൾ, അതേപോലെ തന്നെ മറ്റ് ആരാധനാലയങ്ങൾ, വ്യാപാര സ്ഥാപനങ്ങൾ. ആരാധനാലയങ്ങളുടെ ഈ വിഗ്രഹം പോലും ഇല്ല. വീടുകളിലൊക്കെ നോക്കി ചെന്ന് കയറിയാൽ ചിലതൊക്കെ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു, ചിലതൊക്കെ തീ വെച്ച് ഇല്ലാതാക്കിയിരിക്കുന്നു. മാറി കൊടുക്കാൻ മറ്റൊരു വസ്ത്രം പോലും ഇല്ലാത്ത അവസ്ഥയിലാണ്. ഇന്ത്യയിൽ ഇതുവരെ അരങ്ങേറിയിട്ടുള്ള എല്ലാ കലാപത്തിലും സമാനമായ സ്ഥിതിവിശേഷം തന്നെയാണ്. കലാപങ്ങൾ ഒരുപാട് ആളുകളുടെ സ്വപ്നം, അവരുടെ ആഗ്രഹം, ജീവിത മോഹങ്ങൾ ഒക്കെ ഒറ്റയടിക്ക് നശിപ്പിക്കുന്ന സംഗതി. ഇതുകൊണ്ട് ആരും ഒന്നും നേടുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ചിലർക്ക് കലാപം നടത്താൻ പ്രത്യേകിച്ചൊരു കാരണം പോലും ആവശ്യമില്ല. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ വഖഫ് ഭേദഗതി നിയമം നമ്മുടെ രാജ്യം പാർലമെൻറ്റ് പാസ്സാക്കി കഴിഞ്ഞപ്പോൾ രാജ്യത്തിൻ്റെ ചില പോക്കറ്റുകളിലെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് ആളുകൾ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ BJP ഭരിക്കുന്ന സ്ഥലങ്ങളിൽ അവിടുത്തെ സർക്കാരുകൾ അത് നിയമവ്യവസ്ഥ വെച്ചുകൊണ്ട് തന്നെ അതിനെ അടിച്ചമർത്തും എന്ന കാര്യത്തിൽ തർക്കമൊന്നും ഉണ്ടായിരുന്നില്ല. കലാപം ഉണ്ടാവാൻ സാധ്യതയുള്ളത് BJP ഭരിക്കാത്ത ഇടങ്ങളിലാണ് എന്ന് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇത് മുൻകൂട്ടി കണ്ടിട്ടാവാം ഒരുപക്ഷെ ദേശീയ രാഷ്ട്രീയം വരെ അറിയാവുന്ന ഭരണഘടനയെപ്പറ്റി ബോധ്യമുള്ള മമതാ ബാനർജിക്ക് കള്ളം പറയേണ്ടി വന്നത്. അത് അവർ പറഞ്ഞ കള്ളം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വഖഫ് ഭേദഗതി നിയമം ബംഗാളിൽ ഞങ്ങൾ നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ അവർ കള്ളമാണ് പറഞ്ഞത്. അവർക്കറിയാം അത് സാധ്യമല്ല എന്നറിയാം. അങ്ങനൊരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിക്ക് പറയാൻ പറ്റില്ല എന്നറിയാം. അവരാ കള്ളം പറഞ്ഞത് ഇത്തരം കലാപം നടത്താനിരുന്ന ആളുകളെ ഒന്ന് ശാന്തമാക്കാൻ വേണ്ടിയിട്ടാണ്. അവർ ഈ കലാപത്തിന് ഇറങ്ങാതെ ഇവരെ വിശ്വസിച്ചുകൊണ്ട് അടങ്ങിയിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. പക്ഷേ എന്നിട്ടും ഇവരങ്ങനെ പറഞ്ഞിട്ട് പോലും അവർ കൂട്ടമായിട്ട് കലാപത്തിനിറങ്ങി. ഇപ്പോൾ ചില കലാപങ്ങൾ ആസൂത്രിതമായിട്ട് അവർ മുൻകൂട്ടി തന്നെ പ്ലാൻ ചെയ്ത് നടത്തുന്നതാണ്. അതായത് ആയിരക്കണക്കിന് ആളുകളെ ഒരു പ്രദേശത്തേക്ക് വളരെ പെട്ടെന്ന് തന്നെ അവർ സംഘടിപ്പിക്കുന്നു. പിന്നീട് എതിരാളികളുടെ മേൽ പാഞ്ഞു കയറുന്നു. അതും ചില പ്രത്യേക ആളുകളെ മാത്രം അവർ ലക്ഷ്യം വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ രാഷ്ട്രീയം അവർ നോക്കാറേ ഇല്ല. അതുകൊണ്ടാണ് അവിടെ കൊല്ലപ്പെട്ട 2 പേര് ഈ CPM-കാരായത്. യഥാർത്ഥത്തിൽ CPM എന്ന പാർട്ടി ഈ വഖഫ് ഭേദഗതിക്കെതിരെ രാജ്യം മുഴുവൻ അവർ സമരം നടത്തി, പാർലമെൻറ്റിൽ പ്രസംഗം നടത്തി, വോട്ടും ചെയ്തവരാണ്. അതായത് ഈ സമരക്കാർ ഇവരുടെ കൂടെ നിൽക്കേണ്ടവരാണ്. എന്നിട്ടും ഈ കലാപം നടത്തിയവർ, ഈ ലഹള നടത്തിയവർ കൊന്ന 2 പേർ CPM-കാരാണ്. അപ്പോൾ അതാണ് പറഞ്ഞത്, അവർ ചില പ്രത്യേക ആൾക്കാരെയാണ് നോക്കിയത്. അവരുടെ മതം മാത്രമേ നോക്കിയുള്ളൂ, അവരുടെ രാഷ്ട്രീയം നോക്കിയില്ല. അങ്ങനെ വലിയ കലാപം നടന്നു. ഒരുപാട് ആൾനഷ്ടമൊന്നും ഉണ്ടായില്ല. അതിനു മുമ്പ് തന്നെ കേന്ദ്രസേന ഇറങ്ങി അടിച്ചമർത്തി. പക്ഷേ തിരിച്ചു വന്നപ്പോൾ ജനങ്ങൾ കണ്ട കാഴ്ച ഇതാണ്. കറളലിയിക്കുന്ന കാഴ്ച തന്നെയാണ് തീർച്ചയായിട്ടും. ഇനി സർക്കാരോ കേന്ദ്ര സർക്കാരോ ഒക്കെ വേണം ഇവർക്ക് നഷ്ടപ്പെട്ട വീടും മറ്റുമൊക്കെ രണ്ടാമത് പണിത് കൊടുക്കുകയൊക്കെ ചെയ്യേണ്ടത്. പക്ഷേ നമ്മുടെ രാജ്യത്തിനുണ്ടാക്കുന്ന സാമ്പത്തികമായിട്ടുള്ള നഷ്ടം, അല്ലെങ്കിൽ മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യത്തിന് കിട്ടുന്ന ഓരോ കലാപവും ഉണ്ടാക്കുന്നത് പിന്നോട്ടടിക്കുന്ന പരിപാടികളാണ്. ഇതൊക്കെ ചിലരുടെ താല്പര്യമാണ്. ഈ രാജ്യം മുന്നോട്ട് പോകാൻ പാടില്ല, ഇതിനെ എങ്ങനെയെങ്കിലുമൊക്കെ തകർക്കണം, ഇതേപ്പോൾ ഏതെങ്കിലും കാലത്ത് ഞങ്ങൾ കൈപ്പിടിയിലാക്കുമെന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്നവരാണ് ഇത്തരം പ്രവൃത്തികളൊക്കെ ചെയ്യുന്നത്. ഏതൊരു കലാപമാണെങ്കിലും അവിടെ നഷ്ടപ്പെടുന്ന നിരപരാധികളായിട്ടുള്ള കുറേയേറെ ജീവനുകളും അവരുടെ സ്വപ്നങ്ങളും അവരുടെ ആഗ്രഹവും മോഹവും ഒക്കെ ഉണ്ട് എന്ന് എല്ലാവരും ഓർത്താൽ നന്നായിരിക്കും. പിന്നെ മറ്റൊരു ഗുണമുള്ളത്, ഈ രാജ്യത്ത് ഇതുപോലെ എന്തെങ്കിലും നിയമം പാസ്സാക്കുമ്പോൾ മാത്രം പൊട്ടിപ്പുറപ്പെടുന്ന ഇത്തരം കലാപങ്ങളുണ്ടല്ലോ, ഇത് സാധാരണ ജനങ്ങൾക്ക് കൊടുക്കുന്നൊരു സന്ദേശമുണ്ട്. ഏതൊക്കെ പോക്കറ്റുകളിലാണ് തീവ്രവാദികൾ ഇങ്ങനെ താവളം അടിച്ചിരിക്കുന്നത് എന്ന് നമുക്കറിയാൻ സാധിക്കും ഇത്തരം ചില കാര്യങ്ങളിൽ. പൗരത്വ ഭേദഗതി നിയമം ഇവിടെ പാസ്സാക്കിയപ്പോഴും നമ്മൾ ചില കലാപങ്ങൾ കണ്ടതാണ്. അതിനുശേഷം നമ്മുടെ ഈ അന്വേഷണ ഏജൻസികൾ മുൻകരുതലെടുക്കുകയും ചെയ്തതാണ്. പക്ഷേ അപ്പോൾ പുതിയ സ്ഥലങ്ങളിലായിട്ട് വരും. നമുക്കും ഇവിടെ ഇതുപോലുള്ള ചില പോക്കറ്റുകളുണ്ട്. പക്ഷേ ഇതുവരെ അങ്ങനെ ഒരു കലാപം ഉണ്ടായിട്ടില്ല. പക്ഷേ നാളെ അത് ഉണ്ടായിക്കൂടാവുന്നുമില്ല. അതിനാൽ തന്നെ ഏത് കാലത്തിലൂടെയാണ്, ഏത് അവസ്ഥയിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് ഒരു അവയർനെസ് നമുക്ക് തീർച്ചയായിട്ടും കിട്ടും. അതിന് ഇത്തരം കലാപങ്ങൾ ജനങ്ങൾക്കൊരു സന്ദേശം കൊടുക്കുന്നുണ്ട്. അതിലുപരി എല്ലാ കലാപവും, അത് കാരണമുള്ളതാണെങ്കിലും ശരി ഇല്ലാത്തതാണെങ്കിലും ശരി, എല്ലാ കലാപങ്ങളും മനുഷ്യരാശിയെ തന്നെ, അല്ലെങ്കിൽ മനുഷ്യൻ്റെ ജീവന് തന്നെ ഭീഷണിയാണ്. അവൻ്റെ മോഹവും സ്വപ്നവും എല്ലാം തച്ചുടയ്ക്കുന്നതാണ്
ഈ കലാപമൊന്നുമില്ലാത്ത രാജ്യം മാത്രമല്ല, കലാപമോ യുദ്ധമോ ഇല്ലാത്ത ലോകം തന്നെയായിരിക്കണം ഓരോ മനുഷ്യൻ്റെയും ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യവും സ്വപ്നവും.